പാറ്റകൾ സംസാരിക്കും. അത് കേട്ടതു സത്യം തന്നെ. കണ്ടാൽ അറപ്പ് തോന്നിക്കുകയും കൊല്ലാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ആ വലിയ ചെറിയ ജന്തു എന്നോടൊരിക്കൽ സംസാരിച്ചു. കൃത്യമായി പറഞ്ഞാൽ 2015 മാർച്ച് 17 വൈകുന്നേരം 5:10 5:20 മധ്യേ. അന്നേ ദിവസം ഉച്ചയ്ക്ക് ഉള്ളിലുള്ള ശക്തി മുഴുവൻ സംഭരിച്ച് ഒപ്പം പഠിക്കുന്ന പെൺകുട്ടിയോട് വള്ളുവനാടൻ ശൈലിയിൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടാണ് ട്വോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പകുതി ആശ്വാസം. What happened, Praveen? Are you okay? ഇതുതന്നെ പറയാൻ ഞാൻ എടുത്ത കഷ്ടപ്പാട് എനിക്കല്ലേ അറിയൂ. മനസ്സിലായില്ലേ? എനിക്ക് തന്നെ ഇഷ്ടാണ് എന്ന്. ഞാൻ വീണ്ടും ധൈര്യം പ്രദർശിപ്പിച്ചു. Oh dear, I don't have such feelings towards you. Don't make things complicated. അവളുടെ നിലവാരമില്ലാത്ത ഇംഗ്ലീഷ് പുച്ഛം നിറഞ്ഞ മറുപടിയിൽ മലയാളം മാത്രമറിയുന്ന എനിക്ക് അമർഷം തോന്നി. ഞാൻ വിട്ടുകൊടുത്തില്ല. എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ വല്ല കാരണവും? No, Praveen, no specific reason. എന്നാലും ഞാൻ പിന്നെയും ശല്യപ്പെടുത്തി. അവസാനം എന്റെ ശല്യം അവസാനിപ്പിക്കാനെന്നോണം അവൾ ആ മറുപടി തന്നു. Look, Praveen, don't take it in the wrong sense. I need a guy who is fair and more handsome. തൽക്ഷണം എനിക്കൊരു ഇടിമിന്നലേറ്റു. ഞാൻ എന്താണ് ഈ കേട്ടത്? ജാതി, മത, വർണ്ണ, ലിംഗവിവേചനം ഒട്ടുമില്ലാത്ത നാട് എന്ന് ഞാൻ വിശ്വസിച്ച കേരളത്തിൽ വർണ്ണത്തിന്റെ പേരിൽ ഞാൻ തിരസ്കൃതനായി. അപലപനീയം, അങ്ങേയറ്റം അപലപനീയം. എങ്കിലും വിഷമം പുറത്തു കാണിച്ചുകൂടാ, കരഞ്ഞുകൂടാ. മഹാബലർ കരയാൻ പാടില്ലല്ലോ. വെറുതെ MTA ഓർത്തു. Praveen, I know what's going through your mind. ഈ കാലഘട്ടത്തിലും ഇവൾ വെളുപ്പും സ്ട്രക്ചറുമൊക്കെ നോക്കുന്നുണ്ടല്ലോ എന്നല്ലേ? But Praveen, it's my choice. It's my wish. I think you do respect my choice. Yes, I do. ഉള്ളിലെ അമർഷവും വിഷമവും എല്ലാം ഞെരിഞ്ഞമർത്തി മുഖത്ത് ഒരു ചെറുപുഞ്ചിരിയും വിടർത്തി ഞാൻ പറഞ്ഞു. Yeah, that's great, thank you. പിന്നീടുള്ള മണിക്കൂറുകളുടെ സഞ്ചാരം ഒച്ച എഴുന്നതിനേക്കാളും മെല്ലെയായി എനിക്ക് അനുഭവപ്പെട്ടു. സമയവും കളിയാക്കുന്നതുപോലെ. അതിനിടയ്ക്കെപ്പോഴോ വാർത്ത ക്ലാസ്സിൽ പടർന്നു. ഒപ്പം ഇരിക്കുന്നവർ, മുമ്പിലും പിന്നിലും ഇരിക്കുന്നവർ എന്നുവേണ്ട എല്ലാവരും വിക്കി ചിരിച്ചു. ഞാൻ മിണ്ടാതിരുന്നു. മൗനം എന്നിൽ പക്വത പകർന്നു. സമയം ഉന്തി നീക്കി ഞാൻ 5 മണിയിൽ എത്തിച്ചു. ഓടി, നിലവിട്ടോടി. ഞാൻ ഹോസ്റ്റൽ റൂമിലെത്തി വാതിലടച്ചിരുന്നു. 4 ചുവരുകൾക്കുള്ളിൽ അവൾക്കും എന്റെ കൂട്ടുകാർക്കും എതിരെയുള്ള അസഭ്യഗീതം സർവശക്തിയിൽ പ്രതിധ്വനിച്ചു. നിമിഷങ്ങൾക്കു ശേഷം തലക്കനം വച്ചിരുന്ന ഞാൻ ബാത്ത് റൂമിൽ പോയി മുഖം കഴുകി. അപ്പോഴിതാ വാഷ് ബേസിനിലിരിക്കുന്നു ഒരു പുത്തൻ ഫെയർ ആൻഡ് ഹാൻസം ഫേസ് വാഷ് ട്യൂബ്. കാലവും പരിഹസിച്ചു തുടങ്ങി. ഞാൻ അത് നിഷ്കരണം തട്ടിക്കളഞ്ഞു. തിരിച്ച് കിടക്കയിൽ വന്നിരുന്ന് പരസ്പര ബന്ധമില്ലാത്തൊരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതിനിടയ്ക്ക് തറയിലേക്ക് ഒന്നു നോക്കി. അതാ പോകുന്നു 6 കാലുള്ള ആ നികൃഷ്ട ജന്തു, പാറ്റ. അവളോടും കൂട്ടുകാരോടുമുള്ള ദേഷ്യം തീർക്കാനെന്നോണം അതിനെ ചവിട്ടാൻ ആയി. അവരോടുള്ള ദേഷ്യത്തിന് താനെന്തിനാടോ എന്നെ ചവിട്ടണേ? ഞാൻ ഞെട്ടിയില്ല. കാലം എന്നെ അത്ഭുതപ്പെടുത്താൻ ഒരുപാട് വേലകൾ ബാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. സംഭവങ്ങളൊക്കെ നീയെങ്ങനെ അറിഞ്ഞു? ഞാൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. തനിക്ക് മാത്രല്ല, എനിക്കുണ്ട് സുഹൃത്തുക്കളൊക്കെ. അതൊക്കെ വിട്, താനെന്തിനാ വെറുതെ എന്നെ ഉപദ്രവിക്കാൻ വരണേ? ഞാൻ എന്തു ചെയ്തിട്ടാ? നിന്നെ കണ്ടാൽ മതി, അപ്പോ തച്ചു കൊല്ലാൻ തോന്നും. അശ്രീകരം ജാല്യം മറക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീയും അവളും തമ്മിലെന്താ വ്യത്യാസം? മനസ്സിലായില്ല. നിനക്കെന്നെ കണ്ടപ്പോ ഇഷ്ടായില്ല, അതുകൊണ്ട് നീ എന്നെ കൊല്ലാൻ വന്നു. അതേപോലെ അവൾക്ക് നിന്നെ കണ്ടപ്പോഴും ഇഷ്ടായില്ല, അതവള് നിന്നോട് തുറന്നു പറഞ്ഞു. പക്ഷേ പിന്നെയും ഭേദം അവളാണ്. അവള് നിന്നെ ഇഷ്ടമില്ലാത്തോണ്ട് തല്ലാനും കൊല്ലാനും ഒന്നും വന്നില്ലല്ലോ. ഛേ, നിന്നെ പോലെയാണോ ഞാൻ? നിന്നെ കാണാനും ഭംഗിയില്ല, എന്നെ കാണാനും ഭംഗിയില്ല. അയ്യട, കണ്ട അഴുക്കിലും തീറ്റത്തിലും തെണ്ടി തിരിഞ്ഞു രോഗം പടർത്തുന്ന നിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കണോ? ആ നീയാണോ എന്റെ ഭംഗി അളക്കാൻ വരുന്നത്? നല്ല ന്യായം. ഒരു 4 ദിവസം മുമ്പ് താൻ എന്റെ പാദമ്മായുടെ മോളായ പൂമ്പാറ്റിയുമായി തൊട്ടും തലോടിയും കളിക്കണത് കണ്ടുല്ലോ. അതുകൊണ്ട്
ആ ദിവസത്തിന്റെ തൊട്ട് തലേന്നാൾ ഞാനും അവളും കുറുക്കൻ കാഷ്ടത്തിന്റെ മേലെ ഇരുന്ന് കളിക്കായിരുന്നു. എന്റെ പാറ്റമുത്തിയാണേ സത്യം. അപ്പോ അവള് തനിക്കെങ്ങനെ പ്രിയപ്പെട്ടവളായി? അവള് രോഗം പരത്തില്ല എന്ന് തനിക്ക് ഉറപ്പുണ്ടോ? അത് അങ്ങനെ എന്റെ തൊണ്ടയിടറി. അത് പോട്ടെ, തന്റെ മുറ്റത്ത് ഒരു കാക്കയോ കോഴിയോ വന്നിരുന്നാൽ താൻ ഓടിക്കുമല്ലേ? പക്ഷേ ഒരു മയിലോ പ്രാവോ വന്നാൽ താൻ അതിനെ ഓടിക്കോ? ഹായ് എന്താ ഭംഗിയെന്ന് പറഞ്ഞു നോക്കിയിരിക്കില്ലേ? എനിക്ക് മറുപടി ഉണ്ടായില്ല. അപ്പൊ തനിക്ക് ഭംഗിയും വെളുപ്പുമൊക്കെ വിഷയമാണ്. ഭംഗിയില്ലാത്തതിനെയെല്ലാം താൻ തട്ടും, നശിപ്പിക്കും. പക്ഷേ തന്നെ ഭംഗിയില്ല, കളറില്ല എന്നാർക്കും പറഞ്ഞുകൂടാ അല്ലേ? ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയണത്. തന്റെ ആ പെണ്ണ് അവളുടെ ഇഷ്ടം പറഞ്ഞൂന്നല്ലേ ഉള്ളൂ. അല്ലാതെ താൻ എന്നെ ചെയ്യാൻ പോയ പോലെ ഭംഗിയില്ലാത്തതിന്റെ പേരിൽ കൊല്ലാൻ ഒന്നും നോക്കിയില്ലല്ലോ. എനിക്ക് മറുത്തൊന്നും പറയാൻ സാധിച്ചില്ല. അവസാനമായി പാറ്റ ഒരു കാര്യം കൂടി എന്നോട് ചോദിച്ചു. എടോ, തനിക്കെന്താടോ അവളുടെ ഇഷ്ടത്തെ ഒന്ന് മാനിച്ചാൽ? ഇതും പറഞ്ഞ് പാറ്റ് തന്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കി എങ്ങോ ഓടിമറഞ്ഞു. വേലിയേറ്റങ്ങൾക്കൊടുവിൽ കണ്ണടച്ചു ശാന്തമായിരുന്ന ഞാൻ മനസ്സിൽ മന്ത്രിച്ചു. അവളുടെ ഇഷ്ടല്ലേ? അംഗീകരിക്കുന്നു.